പേര് മാറ്റലും ഇതുപോലെ നിറം മാറ്റലും ഒക്കെ ഉള്ളത് ഇവരുടെ ശരിക്കും ഒരു പിന്നിലുള്ള കൃത്യമായ ഒരു അജണ്ട തന്നെയാണ്. അതിൽ ഈ യോഗി ആദിത്യനാഥ് കയറിയതിന് ശേഷം അയാളുടെ സീറ്റ്, കർട്ടന്, ഓരോന്നും അയാളുടെ ബിൽഡിംഗ് കളറ് ഇതൊക്കെ കാവ്യാക്കി മാറ്റി. അവസാനം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് സംഗതിച്ചാൽ ഈ പറഞ്ഞ പേരുകൾ മാറ്റുമ്പോൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അലഹാബാദിൻ്റെ പേര് പ്രയാഗ്രാജ് ആക്കിയപ്പോൾ വലിയ രീതിയിലെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ യാതൊരു രീതിയിലുള്ള അത്തരം ചർച്ചകളും വല്ലാതെ കണ്ടിട്ടില്ല. എത്ര പേരുകൾ മാറ്റിയെന്ന് അറിയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ ഏകദേശം 1334ഓളം ഭാഗങ്ങളിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഡിറ്റുകൾ വരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ UPA സർക്കാരുകളുടെ കാലത്താണ് രാജ്യത്ത് മഹാത്മാഗാന്ധിയുടെ നാമകരണത്തിൽ ഒരു ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രഖ്യാപിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഒരു പദ്ധതി കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാജ്യത്ത് ഗ്രാമങ്ങളിലെ പാവപ്പെട്ട ജനതയ്ക്ക് അന്നം കഴിക്കാൻ സഹായകമാകും വിധമുള്ള ഒരു പദ്ധതിയായി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ കാലത്തൊക്കെ കടന്നു വന്നത്. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അതിൻ്റെ പേര് മാറ്റിയിരിക്കുകയാണ്. പേര് മാറ്റാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി പേര് മാറ്റി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിന് നാമകരണം നൽകിയിരിക്കുന്നത് VBG റാംജി എന്നാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്നാണ് പുതുതായി അതിന് നാമകരണം നൽകിയിരിക്കുന്നത്. ആ ഒരു പേരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് അതിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്നതു തന്നെയാണ്. അതുപോലെ സമ്പൂർണ്ണമായും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തിയിരുന്ന ആ ഒരു പദ്ധതിയിൽ ഇനി എന്തെല്ലാം മാറ്റങ്ങൾ വരാനിരിക്കുന്നു എന്നത് തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു വിഷയം കൂടിയാണ്. ഈ ഒരു വിഷയത്തെ നമ്മൾ കാണുമ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ പദ്ധതികൾ നേരത്തെ UPA സർക്കാരുകളും മറ്റു സർക്കാരുകളൊക്കെ കൊണ്ടുവന്ന വ്യത്യസ്തമായ പദ്ധതികളൊക്കെ പേര് മാറ്റി മറ്റു രൂപത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരു കേവലം ഒരു പേരുമാറ്റൽ എന്നതിനപ്പുറം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ വിലയിരുത്തുന്നത്? പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇത്തരം വാർത്തകൾ വരുമ്പോൾ നമ്മൾ അതിനെ വായിക്കാറുള്ളത് പൊതുവിലുള്ള നരേഷനുകൾ വെച്ചുകൊണ്ടാണ്. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ തലം, അതിൻ്റെ ഒരു റിയൽ ഗ്രൗണ്ട് മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതി യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. 20 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 20 വർഷങ്ങൾ കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി നേടിയെടുത്ത അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ പറയാൻ പറ്റുന്നത് കോവിഡ് മൂലം രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത് 15 കോടിയോളം ജനങ്ങൾ അവരുടെ ഉപജീവനം കഴിച്ചിരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഉപഭോക്താക്കളായിക്കൊണ്ടാണ് എന്നാണ് കണക്കുകൾ പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വലിയ രൂപത്തിൽ രാജ്യത്ത് വേരൂന്നിയ ഒരു പദ്ധതിയിലാണ് തൊട്ട് കളിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റി എന്നത് നമ്മൾ വായിക്കേണ്ടത് ഗാന്ധിയെ എന്തിനാണ് ഇവർ അത്രയധികം പേടിക്കുന്നത്? ഇത് വലിയ ചോദ്യമാണ്. അംബേദ്കറെ പേടിക്കുന്നു, ഗാന്ധിയെ പേടിക്കുന്നു, പകരം മറ്റാരൊക്കെയോ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇപ്പോൾ ഗാന്ധിയുടെ പേര് മാത്രമല്ല മാറ്റുന്നത്. ഒരു വേള ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP രാജ്യസഭയിൽ ഉന്നയിച്ച വാദം നോട്ടിൽ കറൻസിയിലെ ഗാന്ധിജിയുടെ ഫോട്ടോ എടുക്കാൻ മാറ്റാനുള്ള പണികൾ ഉള്ളെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിയെ എവിടെയും കാണുമ്പോൾ അസ്വസ്ഥത ആവുന്ന ഒരു വിഭാഗമായി ഇവർ മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്നത് ഗാന്ധിയൻ ആശയത്തിലാണെന്നുള്ളതാണ്. ഗാന്ധി വിഭാവന ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഡീസെൻട്രലൈസേഷൻ. അത് ഏറ്റവും താഴെ നിന്നും മേലോട്ട് പോകേണ്ട സംവിധാനമാണ്. ഇവിടെ ഞാൻ അറിയാതെയെങ്കിലും വായിക്കേണ്ട ഒരു കാര്യം, പേര് മാത്രമല്ല മാറുന്നത്. ഈ ഒരു പുതിയ പദ്ധതിയുടെ അടിസ്ഥാന ക്രൈറ്റീരിയ തന്നെ കേന്ദ്രം തീരുമാനിക്കുന്നത് പോലെ ഇനി തൊഴിലുറപ്പ് നടക്കുന്നുള്ളതാണ്. പക്ഷേ ഇത്രയും കാലം തൊഴിലുറപ്പ് നടക്കുക ഗ്രാമങ്ങൾ തീരുമാനിക്കുന്ന പോലെയായിരുന്നു. അഥവാ ഗാന്ധിയുടെ പേര് മാറ്റിയതോടുകൂടി ആ ഫെഡറൽ സംവിധാനത്തെ യഥാർത്ഥത്തിൽ അപ്പുറം തിരിച്ച് മറിച്ചു എന്നുള്ളതാണ് നമ്മൾ വായിക്കേണ്ട മറ്റൊരു കാര്യം. ഇവിടെ നമ്മൾ വായിക്കേണ്ട രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേരിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഗാന്ധിയെ മാറ്റി പകരം ആരെ വെച്ചു? അത് വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്, അബ്രിവേഷനാണ്. നമ്മൾ ഇവിടെ VBG റാംജി എന്ന് പറയുമ്പോൾ നമ്മളധികം പെട്ടെന്ന് വായിക്കില്ല. പക്ഷേ റാം എന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. ഈ പറയുന്ന ആശയം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ ഈ പറയുന്നൊരു ആശയമുണ്ട്. അവർക്ക് ഗാന്ധിജി എന്ന ഹിന്ദുവിനല്ല ഭയം. ഗാന്ധിജി യഥാർത്ഥത്തിൽ നല്ല വിശ്വാസിയാണ്. ഈ പറയുന്നത് പോലെ ഹരേ റാം എന്ന് പറഞ്ഞ് മരിച്ച വ്യക്തിയാണ്. പക്ഷേ ഗാന്ധിജിയിൽ അവർക്ക് ഭയം എന്ന് പറയുന്നത് ഗാന്ധിജി എന്ന യഥാർത്ഥ ഹിന്ദുവിനെയാണ്. അവിടെ വർഗീയതയില്ല.
പക്ഷേ ഹിന്ദുത്വയിൽ വർഗീയത ഉണ്ട്. ആ ഹിന്ദുത്വ ഭയക്കുന്ന ഹിന്ദുയിസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞ പേരുകൾ മാറ്റുമ്പോൾ നിസ്സാരമായി കാണാൻ സാധിക്കില്ല. ഇപ്പോൾ അലഹാബാദിൻ്റെ പേര് പ്രയാഗ്രാജ് ആക്കിയപ്പോൾ വലിയ രീതിയിലെ ചർച്ചകൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ യാതൊരു രീതിയിലുള്ള അത്തരം ചർച്ചകളും വല്ലാതെ കണ്ടിട്ടില്ല. എത്ര പേരുകൾ മാറ്റിയെന്ന് അറിയുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു അന്വേഷണം നടത്തിയപ്പോൾ ഏകദേശം 1334ഓളം ഭാഗങ്ങളിൽ NCERT ടെക്സ്റ്റ് ബുക്കുകൾ എഡിറ്റുകൾ വരുത്തിയിട്ടുണ്ട്. 1334 ചെറിയൊരു നമ്പറല്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു തലമുറയെ മുഴുവൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ഈ പറയുന്ന ഇന്ത്യയുടെ ഡെമോക്രാറ്റിക്കായ ദേശീയതയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ കൃത്യമായി നടക്കുന്നത്. മറ്റൊരു കാര്യം ഇതിൽ സൂചിപ്പിക്കാനുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സാമ്പത്തികമായ ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തുടർച്ചയായിക്കൊണ്ട് കേന്ദ്ര അവഗണനകൾ നേരിടുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഈ പറഞ്ഞ തെക്കൻ സംസ്ഥാനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളമൊക്കെ നമ്മളിപ്പോൾ ഈ മുണ്ടക്കയം അതേപോലെ തന്നെ ചൂരൽമല വിഷയങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നൊരു വിഷയം എന്ന് പറയുന്നത് കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് കേന്ദ്ര ഫണ്ട് നൽകാനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രം വികേന്ദ്രീകരിക്കപ്പെടുകയും എന്നാൽ മറുഭാഗത്ത് സംസ്ഥാനങ്ങൾ നിർബന്ധിതമായിക്കൊണ്ട് അവരുടെ ഫണ്ട് ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 60-40% മാറ്റിയെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നൊരു അപകടം എന്താണെന്നറിയോ? ഒരു ഭാഗത്ത് കേന്ദ്രം എന്തിനാണ് ഈ ഫണ്ടുകൾ ഉപയോഗിക്കുന്നത്? ഇന്ത്യയിൽ പണമില്ലാത്ത പ്രശ്നമല്ല ഇന്ത്യയിൽ അനുഭവിക്കുന്നത്, മറിച്ച് പണം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉണ്ട്. അവിടെ ഇപ്പോൾ പ്രതിപക്ഷം ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചൊരു വാദം എന്ന് പറയുന്നത് 16 ലക്ഷം കോടി രൂപയാണ് കോർപ്പറേറ്റ് നികുതി പണം എഴുതി തള്ളിയിട്ടുള്ളത്. 16 ലക്ഷം കോടി രൂപ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും ബുദ്ധിമുട്ടുള്ള അത്രയും വലിയൊരു തുക ഒരു ഭാഗത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം എഴുതി തള്ളിക്കളയുമ്പോൾ മറുഭാഗത്ത് ഇവിടെ സാധാരണക്കാരുടെ റൂറൽ എക്കണോമി, ശരിക്ക് ഗിഗ് എക്കണോമി എന്നൊക്കെ പറഞ്ഞ പുതിയ കാലത്ത് വലിയ പഠനങ്ങളുണ്ട്. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളൊക്കെ അവരുടെ പ്രൈമറി സെക്ടറിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയാണ്. ഇപ്പോൾ ടെക് മേഖലകളൊക്കെ വല്ലാതെ വർദ്ധിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യ കരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തൊഴിലുകൾ വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗിഗ് എക്കണോമി എന്നുള്ള പേരിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള വലിയ രൂപത്തിൽ പ്രൈമറി സെക്ടറുകൾ, നമ്മൾ ഈ പറയുന്ന പ്രൊഡക്ഷൻ സെക്ടറുകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയിൽ ഈ റൂറൽ എക്കണോമിയെ തകർക്കുന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇന്ദിരാ ആവാസ് യോജന അവർ പ്രധാനമന്ത്രി ആവാസ് യോജന ആക്കി. ഏറ്റവും അടുത്ത് ഈ ഒരു ബില്ലിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കുന്നതാണ് UGCയുടെ പേര് മാറ്റിയത്. അവിടെ ഇപ്പോൾ UGCയുടെ പുതിയ പേര് വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ എന്നാണ്. അപ്പോൾ അവിടെ UGCയുടെ പേര് മാത്രമല്ല മാറുന്നത്, മറ്റ് ചില അതോറിറ്റികളെ കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. AICTE അതേപോലെ തന്നെ NCTE പോലെയുള്ള അതോറിറ്റികൾ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ NTA വന്നപ്പോൾ എന്താണ് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ കൊണ്ടുവന്ന വലിയൊരു വിപ്ലവമായിരുന്നു NTA. അതുകൊണ്ട് കുറേ പോസിറ്റീവുകളുണ്ട്, നമ്മളതിനെ പരിഗണിക്കാതെ ഇരിക്കുന്നില്ല. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇത്തരം ഒറ്റയടിക്ക് എല്ലാത്തിനെയും സ്വന്തമായി ഏറ്റെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് ഈ യൂണിഫോം സിവിൽ കോഡൊക്കെ പറയുന്നത് പോലെ തന്നെ വലിയ അബദ്ധങ്ങളിലേക്ക് ഈ സർക്കാർ ചാടുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല എനിക്കതിനോടൊപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ പ്രധാനമന്ത്രി ഈ വിഷയത്തെ പറഞ്ഞൊരു വാക്ക് കോൺഗ്രസിൻ്റെ മണ്ടത്തരമാണെന്നാണ്. UPA സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ടാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് ഈ കഴിഞ്ഞ 12 വർഷം അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ള വലിയൊരു ചോദ്യം ഉണ്ടല്ലോ. 12 വർഷങ്ങൾ ഈ സർക്കാർ ഭരിച്ചിട്ടും അവർക്ക് 11 വർഷം കഴിഞ്ഞിട്ടും അവർക്കതിൽ തൊടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ അത് അവരുടെ മണ്ടത്തരമല്ല ഇവരുടെ മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും ചെറിയ ഉപാധി എന്നുള്ളതാണ് മാത്രമാണ് പറയാനുള്ളത്. തീർച്ചയായും ഈ പേരുമാറ്റലിൻ്റെ പിന്നിൽ കേവലം ഈ പരിഷ്കരണങ്ങൾ മാത്രമാണോ? എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? ഇതിൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിക്കും ഒരു അന്താരാഷ്ട്ര ലെവലിൽ തന്നെ ചർച്ചയാവുകയും പല രാഷ്ട്രങ്ങളും ഇതേപോലെ കോപ്പി അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന വലിയൊരു പദ്ധതിയാണ്. അതിൽ പേര് മാറ്റുന്നതിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആദർശം അതിൻ്റെ പിന്നിലുണ്ട്. ഇപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരൊരു ശത്രു പക്ഷത്താണ് നിർത്തുന്നത്. ഇപ്പോൾ ഈ അടുത്ത് RSSൻ്റെ തലവൻ 2025 നടത്തിയിട്ടുള്ള അവരുടെ ഒരു പ്രഖ്യാപന സംസാരങ്ങളിലൊക്കെ ഗാന്ധിജിയെ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിലും ഗാന്ധിജിയെ കൊന്നത് ഗോഡ്സെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ആ ഗോഡ്സെ RSSൻ്റെ അനുഭാവിയല്ല എന്ന് വരുത്താനാണ് പൊതുവെ ശ്രമിക്കാറുള്ളത്. പക്ഷെ ഗോഡ്സെയുടെ സഹോദരൻ തന്നെ അത് RSSൻ്റെ അനുഭാവിയാണ്, താൽക്കാലികമായി മാറി നിൽക്കാൻ അത് ഈ സംഘത്തിൻ്റെ ഒരു തീരുമാനമാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും മഹാത്മാഗാന്ധി അത് അവരുടെ 1-ാം തീയതി മുതൽ തന്നെ നേരത്തെ സംജാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശരിക്കും ഒരു ബഹുസ്വരത അത് വിഭാവനം ചെയ്യുന്ന ഒരു ലീഡറാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി. അതാണ് ഇവരുടെ ഏറ്റവും വലിയ ശത്രുത. അതുകൊണ്ട് തന്നെ മഹാത്മാഗാന്ധി ഇല്ലായ്മ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായി ഒരു ഏകാത്മതയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒരു സ്വപ്നം അവരിലുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ ഈ ഗാന്ധിയൻ
ദർശനവും അതേപോലെ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയവും ഭരണഘടനയും ഒക്കെ ഒരു വ്യാപകമായി നിൽക്കുകയാണ്. ഒരിക്കലും അത് പറിച്ചു നടാൻ പറ്റാത്ത വിധം തന്നെ ഒരിക്കലും ഏതെങ്കിലും തരത്തിലേക്ക് മാറ്റപ്പെടാത്ത വിധം ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അത് ഘട്ടം ഘട്ടമായിട്ട് മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ കൂട്ടത്തിൽ ഗാന്ധിജി ഒന്ന് സമൂഹം തന്നെ വിസ്മരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രങ്ങളും അതുപോലെ പദ്ധതികളുമാണ് അവർ ആസൂത്രണം ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഈ പേര് മാറ്റത്തിന് നേരത്തെ പ്രയാഗ്രാജ്, ഈ അലഹബാദിനെ കുറിച്ച് പറഞ്ഞല്ലോ, അലഹബാദിൻ്റെ പേര് മാറ്റി പ്രയാഗ്രാജ് ആക്കി. ശരിക്കും അലഹബാദ് തന്നെ അക്ബർ ചക്രവർത്തിയാണ് കൊണ്ടുവന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൽ അക്ബർ ചക്രവർത്തി പറഞ്ഞാൽ ഗംഗ, യമുന, അതുപോലെ തന്നെ മറ്റൊരു പുണ്യനദിയും കൂടിയുണ്ട് ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള. ഇത് മൂന്നും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും അലഹബാദ്. അത് ഇലാഹുകളുടെ, ദൈവങ്ങളുടെ നാട് എന്നുള്ള രീതിയിലാണ് ശരിക്കും അത് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ശരിക്ക് പ്രയാഗ്രാജാക്കി മാറ്റിയത്. അപ്പോൾ അതിൽ തമാശ എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ അതിൻ്റെ ഒരു കരിക്കുലത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു കവിയുണ്ട്, ഒരു ഉറുദു കവി, അക്ബർ അലഹബാദി എന്നാണ് പേര്, അക്ബർ അലഹബാദി. അത് അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ അച്ചടിച്ച് വന്നപ്പോൾ അക്ബർ പ്രയാഗ്രാജി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് ഒരു ട്രോളായിട്ട് തന്നെ ശരിക്കും ചരിത്രകാരന്മാർ സംസാരിക്കുന്നതിനെക്കുറിച്ച്. അതേപോലെ തന്നെയാണ് ഫൈസാബാദിനെ കുറിച്ചുള്ള ചർച്ചയും വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഫൈസാബാദും ഒരു നല്ല നന്മയുടെ നാട് എന്നുള്ള അർത്ഥം വരുന്നൊരു സംഗതിയാണ്. പക്ഷേ അതിലും ഒരു മുസ്ലിം ടച്ച് ഉണ്ടെന്നുള്ള നിലക്കാണ് അതിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു തത്വശാസ്ത്രം നേരിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ശരിക്കും യോഗി ആദിത്യനാഥിലാണ്. അയാളുടെ ഭരണം ശ്രദ്ധിച്ചാൽ അറിയാം. അയാൾ കയറിയ ഉടനെ തന്നെ എല്ലാം കാവ്യാക്കി. ഇപ്പോൾ നമുക്കറിയാം ഈ ത്രിവർണ്ണ പതാക എന്ന് പറഞ്ഞാൽ വളരെ ബഹുമാനത്തോടുകൂടി ആദരവോട് കൂടിയിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. 1948 ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തിൽ RSSകാർ ത്രിവർണ്ണ പതാകയെ അവമതിക്കുന്നതിനെക്കുറിച്ച് ശക്തമായി സംസാരിക്കുന്നു. അതിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗം ചില ഭാഗങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ പക്ഷേ അവരെന്ന് വെച്ചാൽ ത്രിവർണ്ണ പതാകയെ അവർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. 2002 ഡൽഹിയിൽ അവർ ജയിച്ചപ്പോഴാണ് അവർ ആസ്ഥാനത്ത് തന്നെ നമ്മളെ ഇന്ത്യൻ പതാക ഉയർന്നത്. അപ്പോൾ അവിടെ ശരിക്കും അതിനെ ഒരു കാവ്യ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പേര് മാറ്റലും ഇതുപോലെ നിറം മാറ്റലും ഒക്കെ ഉള്ളത് ഇവരുടെ ശരിക്കും ഒരു പിന്നിലുള്ള കൃത്യമായ ഒരു അജണ്ട തന്നെയാണ്. അതിൽ ഈ യോഗി ആദിത്യനാഥ് കയറിയതിന് ശേഷം അയാളുടെ സീറ്റ്, കർട്ടന്, ഓരോന്നും അയാളുടെ ബിൽഡിംഗ് കളറ് ഇതൊക്കെ കാവ്യാക്കി മാറ്റി. അവസാനം ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വന്ന സംഗതി വെച്ചാൽ 50 ബസ്സുകൾ UP ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട്. ആ 50ഉം കാവ്യാണ്. അങ്ങനെ അതുപോലെ ചില പ്രദേശങ്ങളിൽ ഈ പേര് നാമങ്ങൾ മാറ്റുന്നതോടൊപ്പം തന്നെ ഇതേപോലെ അവരുടെ ആശയങ്ങൾ അടിച്ച് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊക്കെ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ നേരത്തെ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ സവർക്കർ എന്ത് ചെയ്യും, രാഷ്ട്രപിതാവിൻ്റെ സ്ഥാനത്തേക്ക് വരികയും മഹാത്മാഗാന്ധി സ്വാഭാവികമായി മരണപ്പെട്ടതാണ് എന്ന രീതിയിലേക്ക് ചരിത്രം തിരുത്തി എഴുതുകയും ചെയ്യുമെന്നതാണ് സത്യം. ഇതിൽ സാധാരണക്കാർ അറിയേണ്ട ഒരു വസ്തുത ഉണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ ഒരു ഓർമ്മ ദിനം എന്ന നിലയ്ക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് ഇത് ആചരിച്ചത്. ശരിക്ക് ഓർമ്മകൾക്ക് ഇത് വിട്ടുകൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറവിക്ക് ഇത് വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പ്രക്രിയക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. തുടർച്ചയായിക്കൊണ്ട് ഒരേ കാര്യം പറഞ്ഞ് അത് സത്യമാക്കുക, ഗീബൽസിയൻ തന്ത്രം. ഇത് ഇപ്പോൾ ഞാൻ ഈ അടുത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പൊതുവിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇത്തരം വിഷയങ്ങളിലേക്ക് ഒരു റിജക്ഷൻ നൽകുന്ന സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് തെക്കൻ സംസ്ഥാനങ്ങൾ. പക്ഷേ അവർക്ക് പോലും ഇതിൽ അടിമപ്പെടേണ്ടി വരാനുള്ള പ്രധാന കാരണമായിട്ട് സംസ്ഥാന സർക്കാർ ഉന്നയിച്ച കാരണം എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ലഭ്യത കുറവ് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണിത്. ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഹുക്ക്, ഒരു കൊളുത്തിടുന്നു. ആ കൊളുത്ത് വഴി ഈ പറഞ്ഞ കാര്യങ്ങളെ മുഴുവനായും അവരുടെ ഭാഗത്തേക്ക് വലിക്കാനുള്ള ഒരു പണി അവർക്ക് എടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും നിസ്സാരമായി കാണാൻ പറ്റാത്ത ഒരു തല ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇപ്പോൾ ഈ കാവ്യയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ പറയാം കൾച്ചറൽ ഫാഷിസം എന്നാണ്. കൾച്ചറൽ ഫാഷിസം അല്ലെങ്കിൽ സാംസ്കാരിക ഫാഷിസം. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു ആകത്തുക വായിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് തുടർച്ചയായിക്കൊണ്ട് ഏതൊരു സംസ്കാരത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ മതേതരത്വമാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും എന്തിനെയാണ് ഇവർ പകരം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത്? അത് ഹിന്ദുയിസത്തെയാണോ? ഹിന്ദുക്കളാണ് ഇവിടെ വരുന്ന ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമായിരുന്നു. പക്ഷേ ഇതൊരിക്കലും ഹിന്ദുക്കളെക്കുറിച്ചുള്ള ചർച്ചയേ അല്ല. അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങളോടുള്ള വലിയ ഒരു കൂറ് കാരണം ചെയ്യുന്ന ഒരു പണിയേ അല്ല ഇത്.
അങ്ങനെ ആയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമുദായത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന അരികവൽക്കരണവും ദളിത് വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ അനുഭവിക്കുന്ന ജാതീയതയും എല്ലാം ഒരിക്കലും മാറ്റിവെക്കാൻ സാധിക്കാത്തതാണ്. നമ്മളതിന് പറയുക ബ്രാഹ്മണിക്കൽ സുപ്രീമസി എന്നാണ്, ഈ പറയുന്ന ഒരു സവർണാധികാരത്തിൻ്റെ ചിത്രം. അപ്പോൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊരിക്കലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാതെ പോകരുത്. അത് കുറേ ആയില്ലേ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത വന്നു, IPC ഇല്ലാതായി. അപ്പോൾ നമ്മളിങ്ങനെ പതിയെ അതിനോട് ഇങ്ങനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി പതിയെ നമ്മുടെ വായിൽ നിന്നും ഇത്തരം വാക്കുകളെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ അടിക്കൊരു അടി വന്നാൽ ഈ പറഞ്ഞ എല്ലാ മറവിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു ഗതികളിലേക്ക് നമ്മൾ മാറും. അതുകൊണ്ട് ഇവിടെയുള്ളൊരു ബഹുഭൂരിപക്ഷം വരുന്ന മതേതരത്വത്തെ വിശ്വസിക്കുന്ന ആളുകൾ തുടർച്ചയായി ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇതിനെതിരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. ഈ തൊഴിലുറപ്പ് പദ്ധതി പിന്നെ നടപ്പിലാക്കുന്നുണ്ടല്ലോ ഓരോ, ശരിക്കും ഇതിൻ്റെ പേര് മാറ്റിയിട്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കേരള സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ മലയാളി സമൂഹമൊക്കെ ശരിക്കും ഇതിനെതിരെ ബോധവാന്മാരാവേണ്ടതുണ്ട്. പിന്നെ പശ്ചിമ ബംഗാൾ ഈ വിഷയത്തിലെടുത്തുള്ള ഒരു നിലപാട് വളരെ രസകരമായി തോന്നി. അതിൽ മഹാത്മാശ്രീ എന്ന പേര് മാറ്റി അവർ സ്വയം പേരിട്ട്, അതുപോലെ തന്നെ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി അതേപോലെ തന്നെ നടപ്പിലാക്കാനും അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നതുപോലെ ഒരു പിന്നെ വളരെ ആർജവമുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ഗവൺമെൻറ്റിനും കേരളത്തിലെ ഗവൺമെൻറ് സർക്കാർ ഇപ്പോൾ PMCയുടെ വിഷയത്തിലൊക്കെ വളരെ സ്ട്രോങ് ആയ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കുള്ള ആ ഒരു പവർ വിട്ടുകൊടുക്കാതിരിക്കുക എന്നുള്ളത് അധികാരികൾ കൃത്യമായും ഉൾക്കൊള്ളണം. തീർച്ചയായും കേവലം ഭരണ പരിഷ്കാരങ്ങൾക്കപ്പുറം കൃത്യമായ അജണ്ടകൾ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്നു തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.